ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറച്ചു കാലം വരയിലൊരു ഗ്യാപ്പ് വന്നപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചിരുന്നു എന്തു പറ്റി. വേറൊന്നുമല്ല, കൈക്ക് ചെറിയൊരു വേദന വന്നു. അങ്ങനെ ഞാനിവിടെ സൗദിയിൽ കുറെ ഡോക്ടറൊക്കെ കാണിച്ചെങ്കിലും പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്റെ അനിയത്തി എപ്പോഴും പറയായിരുന്നു, അവളൊരു ഡോക്ടറാണ് കേട്ടോ, നിനക്കുള്ളൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇങ്ങോട്ട് വായോന്ന്. ഇവിടുന്ന് മാറി നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ മടിച്ചിരിക്കുകയായിരുന്നു. എന്റെ വര കാണാതായപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലുള്ളവരൊക്കെ എന്നെ അൺഫോളോ ചെയ്ത് പോകാൻ തുടങ്ങി. വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനും മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ പോകാതെ രക്ഷയില്ല എന്നുള്ളൊരവസ്ഥയായപ്പോഴാണ് ഞാൻ പോയത്. ആദ്യം തന്നെ ഞാൻ പറയാം, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. ഫിസിക്കലി ആൻഡ് മെന്റലി എനിക്ക് ഭയങ്കര ഒരു ചേഞ്ച് ആണ് ഇവിടുന്ന്. അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ചെയ്ത് തുടങ്ങുന്നത് പ്യൂരിഫിക്കേഷൻ തെറാപ്പിയിലൂടെയാണ്. വയറ് ക്ലീൻ ചെയ്താണ് സ്റ്റാർട്ട് ചെയ്തത്. വളരെ ചുരുങ്ങിയ ടൈം ആയതുകൊണ്ട് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 15 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് ഞാൻ എടുത്തത്. 3 ദിവസം തൊട്ട് 1.5 മാസം വരെ ഇവിടെ സ്റ്റേ ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നവരുണ്ട്. ഇനി ഞാൻ ചെയ്ത ട്രീറ്റ്മെന്റുകളെ കുറിച്ച് പറയാട്ടോ. ശിരോധാര, ഈ തണുപ്പ് തലയിൽ ഇങ്ങനെ വീഴുമ്പോൾ ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു. ഈ ഔഷധക്കൂട്ടുകൾ നമ്മുടെ നെറ്റിയുടെ സെന്ററിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് വീഴുമ്പോൾ മനസ്സിന് നല്ലൊരു ശാന്തി കിട്ടുന്ന പോലെയാണ്. പിന്നെ അഭ്യംഗം, അതായത് ഫുൾ ബോഡി ഉഴിച്ചില്, ഫുൾ ബോഡി ധാര, പലതരം കിഴികള്, ഫുൾ ബോഡി സ്റ്റീം. പിന്നെ കണ്ണിന് കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളതുകൊണ്ട് നേത്രതർപ്പണം, നേത്രധാര, അങ്ങനെ കുറച്ച് ട്രീറ്റ്മെന്റുകളും ചെയ്തു കേട്ടോ. കാണുമ്പോൾ ഒരു പേടി തോന്നുമെങ്കിലും ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു കേട്ടോ. പിന്നെ ലേപനങ്ങൾ, അതായത് മരുന്ന് തേക്കൽ, ഗ്രീവവസ്തി, കഴുത്തിന്റെ താഴെ നട്ടലിന്റെ ഭാഗത്താണ് കേട്ടോ ഇത് സ്നേഹാഗ്നി കർമ്മം, അതായത് ചൂടോടെ ഈ മരുന്ന് വേദന ഉള്ളിടത്ത് വെക്കുന്നത്. ഒരു സ്നേഹം ഇല്ലാതെ അങ്ങ് വെക്കും, പക്ഷെ എനിക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടി. പിന്നെ തലവേദന സ്ഥിരമായിട്ടുള്ളതുകൊണ്ട് നസ്യവും ചെയ്യും. ഇതെല്ലാം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് കേട്ടോ. എനിക്ക് നല്ല മാറ്റമുണ്ട്. ഈ ഹോസ്പിറ്റലിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡോക്ടറാണ്, ഡോക്ടർ ഫിർദൌസ്. ഡോക്ടർ നാടി പിടിച്ച് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. ഞാൻ പറയാത്ത എന്റെ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ നാടി പിടിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി കേട്ടോ. 600 വർഷത്തോളം പാരമ്പര്യമുള്ള ഇന്ത്യയിലെ ആയുർവേദ ഫാമിലിയാണ് ചങ്ങമ്പള്ളി. ഇതാണ് കുഞ്ഞാലൻ ഗുരുക്കൾ. ഇവരാണ് ഈ ഹോസ്പിറ്റലിന്റെ ഫൗണ്ടർ. ഇവരുടെ മകളാണ് ഡോക്ടർ ഫിർദൌസ്. 25 വർഷത്തിൽ കൂടുതലായി ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്നു. സാധാരണ ആയുർവേദ ഹോസ്പിറ്റലുകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ സക്സസ്ഫുൾ ആയിട്ട് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഡിസീസസ് ഇവർ ഡീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ ഒരുപാട് പേഷ്യൻസ് അവിടെ ഉണ്ടായിരുന്നു. കുറെ പേര് റിക്കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പല കേസുകളും ഇവിടെ എത്തുന്നത് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച് അവസാനത്തെ ഒരു പരീക്ഷണം എന്ന നിലയ്ക്കാണ് എന്നുള്ളതാണ് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു അസുഖം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിലും ഒരു തവണ ഇവിടെ പോയി ഡോക്ടറിനെ ഒന്ന് കാണണം. ഡോക്ടർ ഫിർദൌസിനോട് സംസാരിച്ചാൽ തന്നെ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ആ ഒരു പോസിറ്റിവിറ്റി ത്രൂ ഔട്ട് എല്ലാ സ്റ്റാഫുകളിലും ഡോക്ടേഴ്സിലും അവിടുത്തെ അറ്റ്മോസ്ഫിയറിലും കാണാം. ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ ഒരു ക്യാൻറ്റീനും ഉണ്ട്. പിന്നെ സ്വന്തമായിട്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട് കേട്ടോ. സ്പെഷ്യലൈസ്ഡ് കേസുകളിൽ, അതായത് ഓരോ പേഷ്യന്റിന് വേണ്ട പ്രത്യേക മരുന്നുകളടക്കം ഡോക്ടറുടേതായ സ്പെഷ്യൽ മെഡിസിൻസും ഈ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നുണ്ട്. നാല് കാറ്റഗറി ആയിട്ടാണ് കേട്ടോ, അതായത് 4 ഹോസ്പിറ്റലുണ്ട്. ഒന്ന് ഫിർദൌസ് ഡോക്ടറുടെ എടപ്പാൾ വീടിനോട് ചേർന്നിട്ടുള്ള സഞ്ജീവനി, പിന്നെ ഈ ചങ്ങമ്പള്ളി വൈദ്യഭവൻ തിരുനാവായ, പിന്നെ കൈവല്യ മാളിക പെരിങ്ങോട്. അത് കുറച്ച് ലക്ഷറി സെറ്റപ്പിലുള്ള റൂംസും സ്വിമ്മിംഗ് പൂളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആഗ്രഹിക്കുന്നവർക്ക് അത് ചൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 4ാമത്തേത് ഇപ്പൊ പുതുതായി ഓപ്പൺ ചെയ്ത എടപ്പാളിലുള്ള ചങ്ങമ്പള്ളി റെമേഡിയം. ഇതിൽ എവിടെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനും കംഫർട്ടിനും അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. ട്രീറ്റ്മെന്റ് ഒക്കെ എല്ലായിടത്തും സെയിം ആണ് കേട്ടോ. ഞാൻ തിരുനാവായുള്ള ചങ്ങമ്പള്ളി വൈദ്യഭവനിലായിരുന്നു. ഞാനിത് ചൂസ് ചെയ്യാൻ കാരണം നേരത്തെ പറഞ്ഞ പോലെ അനിയത്തി ഇവിടെയാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. മാത്രമല്ല ഈ ഒരു ഹോസ്പിറ്റലും പരിസരവും എനിക്ക് വല്ലാത്തൊരു ഫീൽ തന്നു. ഞാനിവിടെ 15 ദിവസം നിന്നിട്ട് ഒരു ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട്, അതും ഔഷധങ്ങളായിരുന്നു എല്ലാം. എന്റെ റൂമിന്റെ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അതിന്റെ ഒരു സൈഡിൽ തന്നെയാണ് ഡോക്ടറുടെ തറവാട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ എന്തായാലും പല അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പിന്നെ ഇത് ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് നടന്നാൽ എത്തുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. കുറെ ആമ്പൽ പൂക്കളൊക്കെ ഉള്ള ഒരു സ്ഥലം. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ട്രീറ്റ്മെന്റും ഒക്കെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ.